മുസ്ലിം പള്ളികളിൽ വനിതകളെ പ്രവേശിപ്പിക്കുന്നത് വിലക്കുന്നതിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും രാജ്യം ഉറ്റുനോക്കുകയാണ്. ഒടുവിൽ സുപ്രീം കോടതി വലിയ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ആരാണ് തടയുന്നതെന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസും അയച്ചിരിക്കുന്നു. സ്ത്രീകളെ മുസ്ലിം പള്ളികളിൽ കയറുന്നതിൽ നിന്ന് ആരാണ് തടയുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സ്ത്രീകൾ പള്ളികളിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകി. മക്കയിൽ എന്താണ് സാഹചര്യമെന്നും കോടതി തിരക്കി. ശബരിമല വിധിയുള്ളത് കൊണ്ടാണ് കേസ് പരിഗണിക്കുന്നതെന്നും കോടതി വിശദമാക്കി. കേന്ദ്ര സർക്കാർ, വഖഫ് ബോർഡുകൾ, മുസ്ലിം വ്യക്തിനിയമ ബോർഡ് തുടങ്ങിയ എതിർകക്ഷികൾക്കാണ് നോട്ടീസ്. ക്ഷേത്രം, പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ സ്ത്രീകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം കുടുംബമാണ് ഈ ആവശ്യവുമായി കോടതിയിലെത്തിയത്. പൂനെയിൽ നിന്നുള്ള വ്യവസായികളായ യാസ്മിൻ സുബീർ അഹമ്മദ് പിർസോദെ, സുബീർ അഹമ്മദ്, നാസിർ അഹമ്മദ് പിർസോദ എന്നിവരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നു. മുസ്ലിം പള്ളികളിൽ വനിതകളെ പ്രവേശിക്കുന്നത് വിലക്കുന്നത് ഭരണഘടനയുടെ 14, 15, 21, 25, 29 വകുപ്പുകളുടെ ചട്ടലംഘനമാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. വ്യക്തി നിയമങ്ങളിൽ നിലനിൽക്കുന്ന അന്തരം ഒഴിവാക്കി ഏക സിവിൽ നിയമം ഉറപ്പാക്കണമെന്ന ഭരണഘടനയുടെ 44 അനുച്ഛേദത്തിന്റെ ലംഘനമാണ് വിലക്ക് എന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനെ കോടതി എങ്ങനെയായിരിക്കും നിരീക്ഷിക്കുക? പൂന ബോപ്പൊടിയയിലെ മുഹമ്മദിയ ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് കയറാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യാസ്മിൻ സുബീർ അഹമ്മദ് ഇമാമിന് കത്ത് നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ല എന്ന ഹർജിയിൽ പരാതിയുണ്ട്. പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടു എങ്കിലും സഹായം ലഭിച്ചില്ല എന്നും ഹർജിക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരാണ് ഹർജിയിലെ ഒന്നാം എതിർകക്ഷി. കേന്ദ്ര വഖഫ് കൗൺസിൽ, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെ മറ്റ് 6 എതിർകക്ഷികളുമുണ്ട്. മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം കുടുംബമാണ് ഈ ആവശ്യവുമായി കോടതിയിലെത്തിയിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിധി ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം പള്ളികളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. പള്ളികളിലെ ആരാധനയിൽ സ്ത്രീകളെ വിലക്കുന്നത് ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ വിശദമാക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാ മുസ്ലിം പള്ളികളിലും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും? മഹാരാഷ്ട്രയിൽ നിന്നുള്ള വനിതകൾ കോടതിയെ സമീപിച്ചതിൽ എന്തായിരിക്കും നിലപാട്? ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് വിഭാഗങ്ങളുടെ പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുമ്പോൾ സുന്നി വിഭാഗങ്ങളുടെ പള്ളികളിൽ വിലക്ക് തുടരുകയാണ്. ചില സുന്നി പള്ളികളോട് ചേർന്ന് സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലമാണ് അനുവദിച്ചിട്ടുള്ളതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.